നല്ലൊരു തുക മുടക്കിയാണ് ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി യാത്രക്കാർ ഇത്തരത്തിൽ ബസ് ബുക്ക് ചെയ്തത്. പക്ഷേ അവർ ഇത്രത്തോളം ദുരവസ്ഥയിലുള്ള ഒരു ബസ്സിലാണ് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. നിയമസഭാ പോരാട്ടത്തിന് കച്ചകെട്ടി KPCC. നേതൃയോഗങ്ങൾ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരും. പ്രചാരണ സമിതിയുടെ ആദ്യ യോഗവും തിങ്കളാഴ്ചയാണ് ചേരുന്നത്. തെരഞ്ഞെടുപ്പ് അജണ്ട യോഗത്തിൽ ചർച്ചയാകും. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, തെരഞ്ഞെടുപ്പ് അജണ്ടകൾ സെറ്റ് ചെയ്യുവാൻ വേണ്ടി നിർണായകമായ യോഗങ്ങളിലേക്ക് കടക്കുകയാണ്. ചെന്നിത്തലയും തരൂരും നയിക്കുന്ന യോഗങ്ങളാകും അല്ലേ? കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമാവുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളടക്കം സജീവമായി നടക്കുമ്പോഴാണ് KPCCയുടെ നേതൃയോഗങ്ങൾ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ചേരുന്നത്. ഏറ്റവും നിർണായക യോഗങ്ങളാണ്. അതിൽ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ആദ്യ യോഗം കൂടി ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി, അത് രമേശ് ചെന്നിത്തല ചെയർമാനായ രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ KC വേണുഗോപാലും ഒപ്പം ദീപദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിൽ എന്തായിരിക്കും രാഷ്ട്രീയ അജണ്ട എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിനൊപ്പം തന്നെ ഏതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതികൾ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ടാകും. തുടർ ദിവസങ്ങളിൽ അത് നടപ്പിലാക്കുകയും ചെയ്യും. അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നേടുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് രൂപം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനം. അങ്ങനെ രമേശ് ചെന്നിത്തല ഇന്ന് ചെയർമാൻ സ്ഥാനം നിയമനം നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞു. ഒപ്പം തന്നെ പ്രകടന പത്രികയുടെ ചെയർമാൻ ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ അവരുടെ മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണ്. പ്രകടന പത്രിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വ്യക്തികളുമായി അടക്കം ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നു. KPCCയുടെ നേതൃയോഗങ്ങൾ തിങ്കളാഴ്ച പൂർത്തിയാകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കി അത് ഹൈക്കമാൻഡിന് കൈമാറാനാണ് ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഏറെ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കുന്നു കോൺഗ്രസ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകി.